ഹായ്, ഞാൻ എലിസബത്ത് ഫ്രം അയൺ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്ട്രോക്ക് അഥവാ ബ്രെയിൻ അറ്റാക്ക്. മലയാളത്തിൽ ഇതിനെ പക്ഷാഘാതം എന്ന് പറയും. മനുഷ്യ ശരീരത്തില് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ. ഒരു മിനിറ്റിനുള്ളിൽ ഒരു നിശ്ചിത അളവ് ബ്ലഡ് ബ്രെയിനിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ ബ്ലഡിൽ കൂടിയാണ് ബ്രെയിനിലോട്ടുള്ള ഓക്സിജനും ഗ്ലൂക്കോസും ലഭിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ ഈ രക്തയോട്ടത്തിന് തടസ്സം നേരിട്ടാൽ ബ്രെയിനിലോട്ടുള്ള ഗ്ലൂക്കോസും ഓക്സിജനും ലഭിക്കാതെ വരും. അതുമൂലം ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഡിലേ ആവുകയും ബ്രെയിൻ ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് മെയിൻ ആയിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ഇസ്കെമിക് സ്ട്രോക്കും ഹെമറേജിക് സ്ട്രോക്കും. ഏതെങ്കിലും ഒരു ക്ലോട്ട് അല്ലെങ്കിൽ എംബോളി മൂലം രക്തക്കുഴലിന് തടസ്സം നേരിടുകയാണെങ്കിൽ അതിനെ ഇസ്കെമിക് സ്ട്രോക്ക് എന്നും, രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതിനെ ഹെമറേജിക് സ്ട്രോക്ക് എന്നും പറയുന്നു. സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടേഴ്സ്: അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, അമിതവണ്ണം, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഫാമിലി ഹിസ്റ്ററി, ഓൾഡ് ഏജ്, അതിറോസ്ക്ലെറോസിസ് രക്തധമനികളിൽ കൊഴുപ്പടിയുന്നത്, ഡിസ്ലിപ്പിഡീമിയ ശരീരത്തിലെ ലിപ്പിഡ്സിന്റെ അളവ് കൂടുന്നത്, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി തുടങ്ങിയവയൊക്കെ ഈ സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് കണക്കാക്കുന്നു. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ: ഇതിനെ ബി ഫാസ്റ്റ് എന്ന് ചുരുക്കി പറയുന്നു. ബി ഫോർ ബാലൻസ് ലോസ്, അതായത് നടക്കുമ്പോൾ വേച്ചു പോകുന്നു. ഇ ഫോർ ഐ, അതായത് വിഷൻ ലോസ്, കാഴ്ചശക്തി മങ്ങുന്നു, ഡബിൾ വിഷൻ കാണുന്നു. അതുപോലെ തന്നെ എഫ് ഫോർ ഫേഷ്യൽ ഡ്രൂപ്പിംഗ്, മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകുന്നു. എ ഫോർ ആം വീക്ക്നെസ്, കൈകൾ രണ്ടും പൊക്കാൻ പറ്റാതെ വരുന്നു. എസ് ഫോർ സ്പീച്ച് ഡിസബിലിറ്റി, സംസാരിക്കാൻ വയ്യാതെ വരുന്നു, നാക്കുകൾ കുഴയുന്നു. ആൻഡ് ടി ഫോർ ടൈം, ഇറ്റ് ഈസ് ടൈം ടു കോൾ ഫോർ ആൻ ആംബുലൻസ്, ഉടനെ തന്നെ രോഗീനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് സ്ട്രോക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ, CT, MRI, ആൻജിയോഗ്രാം വഴിയൊക്കെ നമുക്ക് സ്ട്രോക്ക് ഡയഗ്നോസ് ചെയ്യാം. ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് സ്ട്രോക്ക് ആണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇസ്കെമിക് സ്ട്രോക്ക് ആണെങ്കിൽ ത്രോംബോലൈറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ഫിബ്രിനോലൈറ്റിക് തെറാപ്പിയാണ് നൽകുന്നത്. ഇത് നിലവിലുള്ള ക്ലോട്ട് നശിപ്പിക്കുകയും പുതിയൊരു ക്ലോട്ട് രൂപപ്പെടാതെ നോക്കുകയും ചെയ്യുന്നു. ഹെമറേജിക് ഷോക്ക് ആണെങ്കിൽ രക്തസ്രാവം തടയാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ രക്തസ്രാവം മൂലം ഉണ്ടാകുന്ന ഇൻട്രാക്രീനൽ പ്രഷർ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റും നൽകുന്നു. TIA, അതായത് ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക്, ഇതിനെ മിനി സ്ട്രോക്ക് എന്ന് പറയും. ഒരു 10-15 മിനിറ്റ് നേരം പേഷ്യന്റിന് സ്ട്രോക്കിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുകയും അതിനുശേഷം നോർമൽ ആവുകയും ചെയ്യുന്നു. ഇതിനെ മിനി സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ഇത് ഒരു മേജർ സ്ട്രോക്കിന്റെ വാർണിംഗ് സൈൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പേഷ്യന്റ് ഉണ്ടാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് അനുസരിച്ചാണ് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി പ്രൊവൈഡ് ചെയ്യും.